യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. സങ്കീർത്തനം 145, 8, 9. കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ, പുകഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ വിശുദ്ധ നാമം നമ്മുടെ ജീവിതത്തിൽ കൂടെ സാക്ഷ്യത്തിനായി വ്യാപരിക്കുകയും ആ നാമുഖാന്തരം അവിടുത്തെ തിരുനാമത്തിന് മഹത്വമുണ്ടാകുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൃപയാലും കരുണയാലും ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. മേലാലും ഇതുവരെയും നടത്തിയ സർവശക്തൻ്റെ തൃക്കരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ ഫലമേൽപ്പിക്കാം. അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈ കീഴ് നമുക്ക് താഴ്ന്നിരിപ്പാം. നാം അറിഞ്ഞിട്ടില്ലാത്ത, സഞ്ചരിച്ചിട്ടില്ലാത്ത, മുൻപ് ചെന്നിട്ടില്ലാത്ത വഴികളിൽ കൂടെ, അത്ഭുതമേറിയ വഴികളിൽ കൂടെ നടത്തുവാൻ ദൈവം ശക്തനാണ്. വഴിയില്ലാത്തയിടത്ത് വഴി തുറക്കുന്ന ദൈവം, സമുദ്രത്തിൻ്റെ ആഴത്തിൽ പെരുവഴി നിർമ്മിക്കുന്ന ദൈവം, ചെങ്കടൽ വിഭാഗിച്ച് അവിടെ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനത്തെ നടത്തുമാറാക്കിയ ദൈവം, നമ്മുടെ ജീവിതത്തിലും അത്ഭുതമേറിയ കാര്യങ്ങൾ, പ്രതിബന്ധങ്ങളാകുന്ന ഇരുമ്പോടാമ്പലുകളെ തകർത്ത്, താമ്രവാദികളെ തകർത്ത് മുന്നേറുവാൻ നമുക്ക് മുമ്പായി ചെല്ലുന്ന സർവശക്തനായ ദൈവം ഇത്രത്തോളം നമ്മൾ കൊണ്ടുവന്ന് മേലാലും അവിടുത്തെ കൃപയിലും കരുണയിലും നമുക്ക് ആശ്രയിക്കാം. ദൈവ ഇഷ്ടമെന്ന് തിരിച്ചറിയുവാൻ, നമ്മുടെ മനസ്സോതിക്ക് രൂപാന്തരപ്പെടുവാൻ, ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അതിന് ഈ ധ്യാന ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 116 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വന്നു. അവിടെ ഒരു സ്തോത്രഗീതമാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. എന്തെല്ലാം ദൈവ ഉപകാരങ്ങൾ ചെയ്തു എന്ന് ഓരോ സങ്കീർത്തനത്തിലും ഒരു കണ്ടൻറ്റ് അതാണ്. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, എന്തിനു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദാവീദ് പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവയെ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു എന്ന് 3-4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന അവസരത്തിൽ ആ വിളിച്ചപേക്ഷിച്ചപ്പോൾ യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടു. അതാണ് 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ. ആ കേട്ട് ദൈവ ഉത്തരം ചായച്ച്, ദൈവം ചെവി ചങ്കിലേക്ക് ചായച്ച്, അതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും ദൈവത്തെ സ്തുതിക്കും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തന്നു എന്നുള്ളതാണ്. അതിന് അവിടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ദൈവം സഹായിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ എളിമപ്പെട്ടു ദൈവസന്നദ്ധിയിൽ, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു എന്ന് 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ദൈവിക പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാനോ ഒന്നും ആരും ബുദ്ധിയിൽ അഗ്രഗണ്യരല്ല. ബുദ്ധിമാന്മാരെന്ന് നടിക്കരുത്. ദൈവികമായ ആഴത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച പോലെ ഒരു മനുഷ്യനും പൂർണ്ണരല്ല ബുദ്ധിയിലൊന്നും. ചില മേഖലകളിൽ ചില പ്രാവീണ്യം കാണിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു മേഖലയിൽ മാത്രമേ പ്രാവീണ്യം കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. സകലകല വല്ലഭൻ എന്നൊക്കെ പറയുന്ന വാക്കൊന്നും എല്ലാവർക്കും ഒന്നും ചാർത്തി കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതിനർഹരായിട്ട് ആരുമേ ഇല്ല, സർവശക്തനായ ദൈവം മാത്രം. അവിടുന്ന് പകർന്നു തരുന്ന അല്പം ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെയൊക്കെ ഒരിത്. മനുഷ്യബുദ്ധിയിൽ ആ വലിയ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മനുഷ്യബുദ്ധിയിൽ ഒരു 20% പോലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ഒരു മനുഷ്യൻ തൻ്റെ ജീവകാലത്ത്. അങ്ങനെയാണെങ്കിൽ ദൈവം നിർമ്മിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്ന വിവേകബുദ്ധിയുടെ ആഴം, 100% ഓഫ് അവർ ഇൻ്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളമായിരിക്കാം, അത് നിത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം തൻ്റെ സ്വരൂപത്തിലും സദൃശ്യത സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇതാണ്, നമുക്ക് ചിന്താതീതമാണ്. ഈ ഭൗമിക തലത്തിൽ നിന്നുകൊണ്ട് ആ ഡിവൈൻ അല്ലെങ്കിൽ ഹെവൻലി നേച്ചറിനെ നമുക്ക് ചിന്തിക്കാൻ അപ്രസക്തമാണത്, സാധിക്കുകയില്ല. എന്നാൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ പുതിയ രാജ്യത്തിൽ, പുതിയ യെരൂശലേമിലൊക്കെ ആ ഒരു അത്ഭുതമേറിയ ജീവിതമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് നമ്മുടെ ഈ നാവ് കൊണ്ട് വർണ്ണിക്കാൻ അസാധ്യമാണ് ഇന്ന് നമ്മുടെ മനുഷ്യത്വത്തിൽ. അതിൻ്റെ ഒരു ഗ്ലിംസസ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമുക്ക് മനസ്സിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബുദ്ധി, അപ്പോൾ ഞാൻ എളിമപ്പെട്ടു എന്ന് പറയുന്നത് അല്പബുദ്ധിയാണെന്ന് മനസ്സിലായി. ദൈവമേ, നിൻ്റെ ജ്ഞാനം തരണമേ. ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിക്കുക. ഇവിടെ എളിമപ്പെടുന്നു, തന്നെ താഴ്ത്തുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, കണ്ണിന് കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്നും വിടുവിച്ചു എന്ന് തുടർന്ന് അവിടെ പറയുകയാണ്. അതിന്
ഉപരിയായിട്ട് എന്താണ്, ഞാനതിന് എന്ത് പകരം കൊടുക്കും എന്ന് ദാവീദ് തന്നെ ചോദിക്കുക. ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം കൊടുക്കും? ദാവീദ് തന്നെ അതിന് ഉത്തരം പറഞ്ഞു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കും, യഹോവയ്ക്ക് ഞാൻ അതിൻ്റെ നേർച്ചകൾ അവൻ്റെ സകല ജനവും കാങ്ക് കഴിക്കുമെന്ന് ദാവീദ് തന്നെ അതിന് ഉത്തരം പറയുന്ന കേട്ടോ. രക്ഷയുടെ പാനപാത്രം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പാനപാത്രത്തിൽ കുടിക്കുന്നവനൊക്കെയും അല്ലേ, അത് കർത്താവിൻ്റെ ജീവിതത്തിലെല്ലാം പലപ്പോഴും വരുന്ന വാക്കാണ് ഈ പാനപാത്രം എന്ന് പറയുന്നത്. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഗെത്സമനയിൽ പ്രാർത്ഥിക്കുക, കർത്താവ് ഇതാ കഴിയുമെങ്കിൽ കർത്താവ് ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ അല്ലേ. ഓരോന്നും അത് ചേർത്ത് പറയുകയാണ്. അനന്തരം അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അത് രക്ഷയുടെ പാനപാത്രമെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതെടുത്ത് ഞാൻ യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കും, അവൻ സകല ജനവും കാങ്കെ എൻ്റെ നേർച്ചകൾ ഞാൻ കഴിക്കും. അതിന് ഇന്നത്തെ നമുക്കതിന് പറയാനായിട്ട് സാധിക്കുന്നത്, കാരണം പഴയ നിയമത്തിലെ റിച്വൽസ് ഒന്നും ഇല്ല. യെരൂശലേം ദേവാലയം പോലും ഒന്നുമില്ല. പഴയ നിയമകാലത്തെ റിച്വൽസ് ഇല്ല, സ്നാനങ്ങൾ, ഓരോരോ ആചാരാനുഷ്ഠാനങ്ങൾ, നിയന്ത്രണങ്ങൾ, അനുഷ്ഠാനങ്ങളുടെ ബാഹുല്യങ്ങൾ, ഇതൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇന്നെന്താണ് നമ്മുടെ നേർച്ചയെന്ന് പറയുന്നത്? നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യമായി ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ സാക്ഷികളാണെന്ന് പറയും അല്ലേ. നിങ്ങൾ ഉയരത്തിന് ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും ശമരിയിലും യഹൂദയിലും എല്ലായിടത്തും, യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും എല്ലായിടത്തും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകണം എന്നുള്ളതാണ് കൽപ്പന. അപ്പോൾ സാക്ഷി ജീവിതമാണ് നമ്മുടെ നേർച്ച എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് സമർപ്പിതനാണ് എന്നുള്ള ചിന്ത അവരിൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. ദൈവത്തിൻ്റെ സാക്ഷിയാണെന്ന് ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സൗരഭ്യം കണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത്, സാക്ഷ്യം എന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തു ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോട് സഹിത്വത്തിലാണെങ്കിൽ ആ സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ആ അരോമ, ആ സൗരഭ്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുക തന്നെ ചെയ്യും. എന്ത് സവിശേഷത പകരും അത് അറിയാം. നമ്മളൊന്നും ഇപ്പോൾ ഓരോ എയർപോർട്ടിലൊക്കെ പുതിയ സ്ഥലത്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന വ്യക്തികൾ കയ്യിൽ പ്ലാക്കാർഡും പിടിച്ചുകൊണ്ട് വരും, ഞാൻ എന്നാണ്, എൻ്റെ പേരൊക്കെ എഴുതി വരും. അപ്പോൾ അവരെ കാത്തു നിൽക്കുന്നവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു കാർഡൊന്നും ലേബലൊന്നും എഴുതി ക്രിസ്ത്യൻ ലേബലൊന്നും എഴുതിയൊന്നും നമ്മൾ നടക്കണ്ട. പക്ഷേ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ സ്വഭാവത്തിൽ കൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഡീലിങ്സിലും ഒക്കെ അത് വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടാൻ തക്കവണ്ണം എൻ്റെ ജീവിതം മാറിയോ എന്ന് നമ്മൾ തന്നെ ശോധനയാണ്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നമ്മൾ അതിൻ്റെ സാക്ഷികളാണ്. ആത്മനിറവാണ് സാക്ഷ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടാതെ നമുക്ക് അവൻ്റെ സാക്ഷിയാകാനോ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുവാനോ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങൾ, ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? ആ ഒരു ബോധത്തിലേക്ക്, ചിന്തയിലേക്കൊക്കെ നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇവിടെ സകല ജനവും കാങ്ക് കഴിക്കുന്ന നേർച്ചയുള്ള ജീവിതത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. തുടർന്ന് അവിടെ പറയുകയാണ്, യഹോവയുടെ വിളിച്ചപേക്ഷിക്കും, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകൾ അവൻ്റെ സകല ജോലികൾ കാക്കി കഴിക്കും. 14 വരെ നമ്മൾ ചിന്തിച്ചത്. 15 തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഇസ് ദ ഡെത്ത് ഓഫ് ഹിസ് ഫെയ്ത്ത്ഫുൾ വൺസ്. ഭക്തന്മാരുടെ, വിശ്വസ്തരായവരുടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഇപ്പോൾ ചിലരൊക്കെ പറയത്തില്ലേ, ചിലരുടെ വിയോഗത്തിൽ പറയും വലിയ നികത്താനാവാത്ത വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിട്ട് പോയിരിക്കുന്നതെന്നൊക്കെ പറയും. ഒരർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ മാത്രം നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷേ അതെല്ലാം നികത്തപ്പെടും. വേറെ ആരെങ്കിലും അത് നികത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആരിലും ആശ്രയിച്ചുകൊണ്ടല്ല ഒരു ജീവിതങ്ങളും കെട്ടപ്പെടുന്നത്. ഒരാൾ മാറ്റപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് വേറെ ഒരാൾ വരികയാണ്. ഒരു വിടവ് നികത്തുകയാണ്, ആ കുറവ് തീർക്കുകയാണ്, ആ ഗ്യാപ്പ് അടയുകയാണ്. അങ്ങനെയാണ് ലോകത്ത് നമ്മൾ കണ്ടുവരുന്നത് ഏതൊരു ജീവിതങ്ങളിലും. പക്ഷേ അത് അപ്പോൾ നഷ്ടമാണെന്ന് പറയും. ഇവിടെ പറയാം, യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ മരണം നഷ്ടമെന്നല്ല, വിലയേറിയതാണ്, ഇത് പ്രഷ്യസ് ആണെന്ന് പറയുന്നത്. കാരണം ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കാനാണ് ആഗ്രഹം. നാം ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുമെന്ന് പറയുന്നത്. ഒരു ഭക്തനതാണ്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. മരിച്ചാൽ അത് ഒരു പ്രോഫിറ്റ്, അതൊരു ലാഭമായിട്ടാണ് എണ്ണുന്നത്. ചിന്തിക്കുക, അപ്പോൾ ലാഭമായത് ആരെങ്കിലും ആഗ്രഹിക്കാതിരിക്കുമോ? കാരണം ഇതിനേക്കാൾ സവിശേഷമായ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്.
അല്ലേ? ലോകത്തിൽ കയോസ്, പ്രശ്നങ്ങളില്ലാത്ത, പ്രതികൂലങ്ങളില്ലാത്ത ഈ രോഗ ദുഃഖ സമ്മിശ്രമായ ജീവിതം, എന്തെല്ലാം വൈതരണികൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നു. ഇതിനൊക്കെ തരണം ചെയ്യുവാൻ ലോകത്തിൻ്റെ പോരാട്ടം, ശത്രുവിൻ്റെ പോരാട്ടം, ജഡത്തിൻ്റെ പോരാട്ടം, എല്ലാ തരത്തിലും നമ്മൾ ദൈവികമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അതൊക്കെ നിറച്ച് നോക്കുമ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവായിരിക്കണം, മരിക്കുന്നത് ലാഭമായിരിക്കണം. ഈ ജീവിതത്തിലും കർത്താവ് തന്നെ പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കാരണം ഈ ലോകം തിന്മ നിറഞ്ഞതാണ്, ശത്രുവിൻ്റെ സ്വാധീനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിന്മീതെയാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. കർത്താവ് പറയുന്നത്, ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരുവൻ്റെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ലോകത്തെ ജയിച്ചവനെ കണ്ടെത്താത്ത ജീവിതങ്ങളെല്ലാം ഇവിടെ മൈനസായി മാറി, എല്ലാം ന്യൂനതയുള്ളതായി മാറി, അവരെല്ലാം പ്രത്യാശയില്ലാത്തവരായി മാറി. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാത്ത ജീവിതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അവർ ധന്യരാണെന്നും ശ്രേഷ്ഠരാണെന്നും ഒക്കെ, അവരുടെ ഉന്നതരാണെന്നും ഒക്കെ തങ്ങൾക്ക് തന്നെ അവർ നന്മ ചെയ്തു കൊണ്ടിരുന്നവരായി മറ്റുള്ളവർക്ക് അതിൻ്റെ ചില ഗുണഗണങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ ദൈവത്തെ ഓർക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയൊന്നുമില്ലാതെ അവർ ഈ ലോകം മാറ്റപ്പെട്ടു എന്ന് പറയുകയാണ്. അവരുടെ ജീവിതത്തിന് കണ്ടിന്യൂഷൻ ഇല്ല. ഒരു വ്യക്തിക്ക് നിത്യതയോളം ചെന്നെത്തത്തക്കവണ്ണം അവർക്ക് വഴികാട്ടുവാൻ സാധിക്കാത്ത ജീവിതങ്ങളായിട്ട് മാറിപ്പോയി. അപ്രകാരമല്ല ഒരു ഭക്തൻ്റെ മരണം എന്ന് പറയുന്നത്. അവൻ്റെ മരണത്തിൽ നിശ്ചയമായ വിധത്തിൽ മാത്രമല്ല, നിത്യതയിലേക്കും കടന്നു ചെല്ലുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു അനുഭവം ഒരു ഭക്തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ കാണും. ആ ജീവിതത്തെ അനുധാവനം ചെയ്താൽ നമുക്ക് നിത്യതയിൽ തന്നെ അവൻ ചെന്നെത്തും. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കുവിൻ എന്നാണ്. പൗലോസ് ധൈര്യത്തോടെ പറയുക, എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിലെത്തും. ധൈര്യമാണത്. ഓരോ കാഴ്ചയോട് പിന്തുടർന്ന് ഒരു മദ്യപിക്കുന്ന ഒരു പിതാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വരിക്ക് നോക്കിയപ്പോൾ ഈ മദ്യഷാപ്പിൽ, വൈൻ ഷോപ്പിൽ, ലിക്കർ ഷോപ്പിൽ തൻ്റെ കൊച്ചു കുഞ്ഞു വന്ന് നിൽക്കുക. എങ്ങനെയാണെന്ന് നോക്കി ഉടനെ മഴ പെയ്ത ഒരു സമയത്താണ്. അപ്പോൾ പൊടിമണ്ണൊക്കെ ഇങ്ങനെ ആ റോട്ടിലിങ്ങനെ ഇച്ചിരി ഡസ്റ്റി ആയിട്ടുള്ള ഒരു റോഡാണെന്ന് വിചാരിക്കുക. ഈ പിതാവ് നടന്നു പോയ കാൽപാദം അതിൽ ചവിട്ടി ആ കൊച്ച് അവിടെ എത്തിയിരിക്കുക. ആ കൊച്ച് പിന്നാലെ അനുഗമിച്ച് വന്നിരിക്കുക അവിടെ വന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഏത് കാൽച്ചുവടുകളാണ് നമ്മുടെ പിൻപിൽ വരുന്നവർക്ക് വെച്ചേച്ച് പോകുന്നത്? കർത്താവ് യേശുക്രിസ്തു നമുക്കൊരു കാൽച്ചുവട് വെച്ചിട്ട് പോയിട്ടുണ്ട്, അത് ഗമിക്കണം. പത്രോസ് ലേഖനത്തിൽ പറയുക, നാം പിന്തുടരുന്ന കർത്താവ് യേശുക്രിസ്തു നല്ലൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുക. അതുപോലെ നിങ്ങളെ വിശ്വാസം നടത്തിയവരെ ഓർത്ത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതങ്ങൾ അവരനുവർത്തിച്ചതായ ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അത് അനുഗമിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള പ്രബോധനം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തന്മാരുടെ മരണമെന്ന് പറയുന്നത് ദൈവത്തിന് വിലയേറിയതാണ്. വെറുതെയല്ല, മരണം ലോകദൃഷ്ടിയിലെല്ലാം തീരുന്നതാണ്. എന്നാൽ ദൈവദൃഷ്ടിയിൽ അല്ലെങ്കിൽ ക്രിസ്തീയതയിൽ, ആത്മീയതയിൽ മരണമെന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. ഇവിടുത്തെ അല്പകാലം, ഒരു തുള്ളി വെള്ളം, ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രം ഈ ജീവിതം, അല്ലെ, നീർക്കുമുള പോലെ ജീവിതം എന്നൊക്കെ പാടും. അത് ക്ഷണികതയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അല്പകാലമാണ് ജീവിതം, എന്നാൽ നിത്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്, വാസ്റ്റ് ഇതുള്ള. അപ്പം അതിനു വേണ്ടിയുള്ള ഒരുക്കം, അതിന് നമുക്ക് എന്താണ്? ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായിരിക്കുക. ജനനം കൊണ്ട് ആരംഭിച്ച് ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച് മരണം കൊണ്ട് തീർക്കേണ്ടതല്ല ജീവിതമെന്ന് പറയും. പിന്നെ ഇത് നിത്യത എന്ന മൂന്നക്ഷരമുണ്ട് അതിൻ്റെ പേരിൽ, ഇറ്റേണിറ്റി. ആ ഇറ്റേണിറ്റിയിൽ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ തരാണ് കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകാരമായി തീരട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളോട് തന്നെ ഗ്രഹിക്കണമേ. എന്നോട് ജീവിപ്പാൻ ഞങ്ങളൊന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ വിശേഷതയുള്ളതായി, വാല്യൂബിളായിട്ട്, വിലയുള്ളതായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മാറട്ടെ. അവിടുത്തെ കൃപയുണ്ടെങ്കിൽ ഇത് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ നിനക്ക് പ്രസാദകരമായിരിക്കും. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളല്ല, എല്ലാം ദൈവോന്മുഖമായ ദൈവത്തിന് അന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ, ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല നിൻ്റെ ഇഷ്ടങ്ങളിൽ നിവർത്തിക്കപ്പെടാൻ സഹായിക്കണമേ. തന്നെല്ലാം കൃപകൾക്കായ സ്തുതി. തിരക്തങ്ങളെ പൊതിയണമേ. മുഖത്തോടത്തേക്ക് മാത്രം എന്ന് വന്നേക്കും തന്നെ. ആമേ. കഴുകണമെന്നേ സോപ്പായാൽ കഴുകൻ പോൽ വിശുദ്ധിയെ പുതുക്കിയിടുവാൻ കാൽവറിയിലെ തിരുരക്തത്തിൻ ശക്തിയിൻ എന്നിൽ വെളിപ്പെടണേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.